അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു. ഫസ്ലുൻ, ഇത് വഫാത്തിൻ്റെയും അഡ്രസ്സ് ഇല്ലാതാക്കപ്പെട്ട ആളുടെയൊക്കെ ഇദ്ദയിലും ഇഹ്ദാദിലുമൊക്കെ പറയുന്ന ഫസ്ലാണ്. ഇദ്ദത്ത് ഹുറത്തിൻ ഹായിലിൻ, ഗർഭിണിയല്ലാത്ത സ്വതന്ത്ര ഭാര്യയുടെ ഇദ്ദയാവുന്നത്, ഈ ഭർത്താവ് വഫാത്തായതിനു വേണ്ടിയുള്ള ഇദ്ദയാവുന്നത്. വൈലം തൂത്ത്, ആ ഹുറത്തിനെ വത്തുവൊന്നും ചെയ്യപ്പെട്ടിട്ടില്ല, വിവാഹം കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഇവർ ശാരീരികമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ഇടയ്ക്കാണ് ഭർത്താവ് മരിച്ചത്. എന്നാലും അവിടെയുള്ള ഇദ്ദയാകുന്നത് അർബഅത്തു അശ്ഹുരിൻ വഅശ്റത്തു അയ്യാമിൻ ബിലയാലിഹ, 4 മാസം ഫുള്ളും 10 പകലുകളുമാണ്. ബിലയാലിയ 10 പകൽ രാത്രികളോടുകൂടി 10 ദിവസം നടത്തും. ഖാലത്തആല, ഇങ്ങനെ ഹുറത്തുൻ ഹായിൻ്റെ ഇദ്ദ 4 മാസവും 10 ദിവസങ്ങളിലും തെളിവെന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വല്ലദീന യതവഫൗന മിൻകും വയദറൂന അസ്വാജൻ യതറബ്ബസ്ന ബിഅൻഫുസിഹിന്ന അർബഅത അശ്ഹുരിൻ വഅശ്റാ എന്ന് പറഞ്ഞു. വല്ലദീന, ഒരു കൂട്ടം ആണുങ്ങൾ, എങ്ങനത്തെ ആണുങ്ങളാണ്? അവർ വഫാത്താകുന്നു. മിൻകുമേ, സ്വതന്ത്രന്മാരെ നിങ്ങളെ കൂട്ടത്തിൽ നിന്ന്, വയദറൂന, വഫാത്താകുന്ന ആണുങ്ങൾ ഒഴിച്ചിടുകയും ചെയ്യുന്നു, അസ്വാജൻ, ഭാര്യമാരെ, ചിലർക്ക് ഭാര്യമാരുണ്ട് എങ്കിൽ യതറബ്ബസ്ന, ഭാര്യമാരെ ഇദ്ദയിരിക്കണം, ബിഅൻഫുസിഹിന്ന, അവരുടെ നഫ്സുകളെ കൊണ്ട്, അർബഅത അശ്ഹുരിൻ വഅശ്റാ, 4 മാസവും 10 ദിവസവും. അസ്രല്ലേ, ഇവിടെ അസ്ര എന്നുള്ളത് താ കൊടുത്തിട്ടില്ലല്ലോ, അപ്പോൾ അതിനെ മുതക്കറാക്കൽ മഅദൂദ് മുഅന്നസാവുമ്പാണ്. അപ്പോൾ അവിടെ മഅദൂദ് ലയാലിന്ന് സങ്കല്പിക്കണം, 10 രാത്രികൾ. ഈ അയ്യാമിയ കാലി, ഇടയ്ക്ക് പകൽ വിട്ടിട്ടല്ല, അതിൻ്റെ ഇടയ്ക്കുള്ള പകലോട് കൂടി അർത്ഥം. ചുരുക്കത്തിൽ 4 മാസവും 10 ദിവസവും. അപ്പോൾ തസ്തവീഫി ദാലിക, ഹുറത്തായ ഭാര്യ ഗർഭിണിയല്ലെങ്കിൽ അവൾ 4 മാസവും 10 ദിവസമാണ് ഇദ്ദിരിക്കേണ്ടത് എന്ന വിഷയത്തിൽ സമമാകും അസ്സഗീറത്തു വൽ കബീറത്തു, പ്രായപൂർത്തിയായ ഭാര്യയും പ്രായപൂർത്തിയല്ലാത്ത ഭാര്യയും 2 കൂട്ടരും അങ്ങനെയാണ് ഇരിക്കേണ്ടത്. വൽ മദ്ഖൂലു ബിഹാ വ ഗൈറുഹ, അതുപോലെ ജിമാ ചെയ്യപ്പെട്ട ഭാര്യയും ജിമാ ചെയ്യപ്പെട്ടിട്ടില്ല, കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ, അങ്ങനെ 2 വിഭാഗവും ഒരുപോലെയാണ്. അപ്പോൾ ദാത്തുൽ അഖ്റായി വ ഗൈറുഹ, കുറവുടേതായിരിക്കുന്ന ഹൈദൊക്കെ ഉണ്ടായിരിക്കും, അങ്ങനത്തോളും അതിനകത്തൊട്ട് ആശം മുറിഞ്ഞോളും, ഇതൊക്കെ വശമാണ്. അപ്പോൾ സൗജത്തു സബിയി വ ഗൈരിഹി, കുട്ടി ഭർത്താവ്, പ്രായപൂർത്തിയാത്ത ഭർത്താവിൻ്റെ ഭാര്യയും അതല്ലാത്ത പ്രായപൂർത്തിയായ ഭർത്താവിൻ്റെ ഭാര്യയും ഒക്കെ സമാണ്. ഇവരൊക്കെ സമാന്ന് പറയാൻ കാരണം എന്താ? ഇത്ലാഖില്ലാത്തി, ആയത്ത് കൈത് കൊടുക്കാത്തതിന് വേണ്ടി. എങ്ങനത്തെ ആയത്താണ്? അൽ മഹമൂലത്തി ആയത്തിനെ അപ്പം നമ്മൾ ഊതിയ ആയത്ത്, വല്ലദീന യതവഫൗന മിൻകും എന്നുള്ള ആ ആയത്തിൽ ഇത്ലാഖാക്കപ്പെട്ട് കാണില്ല. അവിടെ പിന്നെ സഗീറത്തെന്നോ കബീറത്തെന്നോ മദ്ഖൂലെന്നോ ദാത്തുൽ അഖ്റാന്നോ ഒന്നും കൈത് കൊടുത്തിട്ടില്ലല്ലോ. അതുകൊണ്ട് എങ്ങനെയുള്ളതായിരിക്കുന്ന ആയത്താണ് മഹമൂലത്തി, ചുമത്തപ്പെട്ട ആയത്ത്. അല്ല ഖാലിബിൻ്റെ മേലെ, അധിക ഭാര്യമാരെ മേലാണ് ഈ ആയത്ത്. അല്ലാതെ ഈ ആയത്ത് പറഞ്ഞ പ്രകാരമാണെങ്കിൽ അടിമപ്പെണ്ണുങ്ങളും അതുപോലെ തന്നെ ഗർഭിണികളും ഒക്കെ ഇങ്ങനെയാണെന്ന് വരില്ല. അപ്പോൾ അതിനെ പുറപ്പെടുവിക്കാൻ വേണ്ടി പറയാം. ഈ ആയത്തിനെ ചുമത്തപ്പെട്ട് ഖാലിബിൻ്റെ മേലാണ്. എന്താണ് ഖാലിബ്? ഭാര്യമാരത്തുള്ള ഖാലിബ് മിനൽ ഹറായിലിൽ ഹായിലാത്തി, അധിക ഭാര്യമാരും അടിമകളാവാതെ സ്വതന്ത്ര പെണ്ണുങ്ങളാകലാണ്. അതുപോലെ തന്നെ ഗർഭിണികൾ അല്ലാത്തവ നോക്കിയാൽ ഗർഭിണി അല്ലാത്തവരല്ല കൂടുതലും ഉണ്ടാകുക. അത് നോക്കിയിട്ടാണ്, അതാണ് അവിടുത്തെ ഉദ്ദേശം. അപ്പം ഗർഭിണികളും അടിമകളും അല്ലാത്തവരെ കാര്യത്തിലാണ് ഈ പറഞ്ഞതെന്നർത്ഥം ഈ ആയത്ത് പറഞ്ഞത്. അപ്പോൾ തുഴുത്തബറുല്ല ഷുറു, അവിടെ ഇപ്പോൾ 4 മാസം എന്ന് പറഞ്ഞല്ലോ. ഈ 4 മാസത്തിനെ പ്രമാണിക്കപ്പെടുക ബിൽ അഹില്ലത്തി, ചന്ദ്രമാസം കൊണ്ടാണ്, ഹിലാലുകൾ ആസ്പദമാക്കിയുള്ള മാസം വെച്ചാൽ ഇംഗ്ലീഷ് മാസമല്ല എന്നർത്ഥം, ജനുവരി ഫെബ്രുവരി അന്നിടക്കല്ല. മാംകല, കഴിവിൻ്റെ പരമാവധി ഹിലാൽ അനുസരിച്ചാണ് കണക്കാക്കുക. അത് കണക്കാക്കാൻ പറ്റാത്തടത്ത് മാത്രമേ എണ്ണത്തിലേക്ക് പോകുള്ളൂ, അതാണ് മാംകന. അപ്പം മാംകന അഹില്ലത്ത് കൊണ്ട് പ്രമാണിക്കുന്നു വെക്കുമ്പോൾ ഫൈം മാത്ത, ഈ ഭർത്താവ് വഫാത്തായത് അവരൽ ഹിലാലി, ഒരു ഹിലാലിൻ്റെ ആയത്തിലാണ് വെച്ചാൽ റജബ് 1-നാണ് മരിച്ചതൊക്കെ. എന്നാൽ ഫവാദിൻ അവിടെ കാര്യം ലാഹിറാണ്. അപ്പം മുഹറം, റജബ്, ഷഅബാൻ, റമദാൻ, ശവ്വാൽ. അപ്പോൾ ഈ 4 മാസം ഫുള്ള് കിട്ടുവടെ, പിന്നെ ഒരു 10 ദിവസം എടുത്താൽ മതിയല്ലോ. ഔഫി ഹിലാലി ഷഹീരിൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാസത്തിൻ്റെ ഇടക്കാണ് ഭർത്താവ് മരിച്ചത്, 1-ാം തീയതി അല്ല. എങ്ങനെയുള്ളതായിരിക്കുന്ന മാസമാണ്? ബഖിയ മിൻഹു, അമ്മാസത്തു നിന്ന് ഇനി ബാക്കിയുണ്ട്, അശ്റത്തു അയ്യാമിൻ വഖല്ലു, 10 അതിൽ കുറവോ ദിവസമേ ഉള്ളൂ. അയാൾ ജമാദുൽ-ആഖിർ മരിച്ചത്, ജമാദുൽ-ആഖിർ 20-നോ മരിച്ചപ്പം 10 ദിവസം ബാക്കി ഉണ്ടാവും. 22-നോ ഒക്കെ മരിച്ചാൽ 10 ദിവസത്തിനേക്കാൾ കുറവുണ്ടാവും. അങ്ങനെ ഇടക്കാണ് മരിച്ചതെങ്കിൽ ലമ്മത്ത്,
ഈ ഇദ്ദിരിക്കുന്ന ഭാര്യ കൂട്ടണം ഇലാദാലിക്ക ആ കുറവുള്ള ദിവസത്തിലേക്ക്. ഇപ്പോൾ 10 അതിനേക്കാൾ കുറവാണ് കിട്ടിക്കണല്ലോ, അതിലേക്ക് ഇനി കൂട്ടണം. എന്തിനെ കൂട്ടണം? അർബഅത്ത് അശ്ഹുരിൻ ബിൽ അഹില്ല, ഹിലാല് പ്രകാരം 3 മാസം 4 മാസം കൂട്ടുക. അപ്പം ചില മാസം ഇപ്പോൾ 29 ആവും. അങ്ങനെ ഹിലാൽ പ്രകാരം 4 മാസം ഫുള്ള് കൂട്ടുക. അപ്പോൾ അക്മലത്ത് ബഖയ്യത്തുൽ അസി, ഇപ്പോൾ 10 താഴെയാണ്ട് ഒക്കെ കിട്ടിയത് ഈ മാസത്തിൽ, അതിൻ്റെ ഒരു ബാക്കിയുള്ളത് പൂർത്തിയാക്കുകയും വേണം. എന്തെന്ന് പൂർത്തിയാക്കണം? മിമ്മ ബഅദഹ, ആ 4 മാസത്തിനേക്കാൾ ശേഷമുള്ളതിൽ നിന്ന് പൂർത്തിയാക്കണം. ഇതിപ്പം 10 കുറവ് കിട്ടിയെങ്കിലാട്ടോ. ഔ അക്സറു മിൻ അശ്റത്തി അയ്യാമിൻ, അല്ലെ 10 ദിവസത്തിനേക്കാൾ കൂടുതലുണ്ട്. ഇപ്പം ദുൽഖഅദ് 15 അല്ലെങ്കിൽ 10 ഒക്കെയാണ് അവളെ ഭർത്താവ് മരിച്ചത്. അപ്പം ഇനി 25 ദിവസം ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ലമ്മത്തിലാദാരിക്ക, ആ അക്സറു മിൻ അശ്റത്തി അയ്യാമുള്ള ആ മാസത്തിലേക്ക് കൂട്ടണം. സലാസ്ത അശ്ഹുരിൻ ബിൽ അഹില്ലത്തി, ഹിലാൽ പ്രകാരം 3 മാസം കൂട്ടുക. അക്മലത്ത് അലിഹി, എന്നിട്ട് അതിൻ്റെ മേൽ പൂർത്തിയാക്കണം. മിമ്മ ബഅദ, ആ 3 മാസം കഴിഞ്ഞിട്ട് ശേഷമുള്ളതിന് പൂർത്തിയാക്കണം. എന്തിനെ? ബഖിയത്ത് 40 യൗമൻ, 40 ദിവസത്തേക്ക് ഇനി ബാക്കിയില്ല. 3 മാസം ഇവിടെ ഫുള്ള് കിട്ടിയല്ലോ. പിന്നെ ആ മാസത്തിൽ ഒരു 20 ദിവസമാണ് കിട്ടിയെന്ന് നിൽക്കുക. അപ്പം ഇനി 40 ദിവസം കൂടി, 40 ദിവസം എന്ന് പറഞ്ഞാൽ ഒരു മാസവും പിന്നെ 10 ദിവസമാണത്. അപ്പോൾ 20 ദിവസമാണ് കിട്ടിയതെങ്കിൽ അപ്പം ഇനി ഒരു മാസവും 10 ദിവസവും 40 വേണ്ടി വരും. ആ നിരക്കാക്കണം. ഫക്കീലാനി പറയപ്പെട്ടു ഇതങ്കസറ ഷെഹറുൻ, ഏതെങ്കിലും ഒരു മാസത്തിൽ ഗസർ സംഭവിച്ചത്, അപ്പോൾ ആ ഒരു മാസത്തിൻ്റെ ഹിലാലിൻ്റെ ഒന്നിനല്ല ഭർത്താവ് മരിച്ചത്, മറിച്ച് മാസം 8 അല്ലെങ്കിൽ 10 15 അങ്ങനെ ഇടയ്ക്ക് ഗസർ വന്നിട്ടുണ്ടെങ്കിൽ ഊത്തുപുരത്തിൽ അഷ്കുറ ഇത്തപ്പുറത്ത് ആ പെണ്ണ് പരിഗണിക്കണമല്ല അഷ്കുറ കുല്ലഹ, എല്ലാ മാസങ്ങളും ഇവൾ പരിഗണിക്കേണ്ടത് ബില്ലതി എണ്ണം കൊണ്ടാണ്. സലാത്തീന എല്ലാ മാസവും പോകും. ഇപ്പോൾ അതായിട്ട് ദുൽഖഅദ് 20 ഭർത്താവ് മരിച്ചു നിൽക്കാം. എന്നാൽ ദുൽഹജ്ജ് 20 ഒരു മാസം, മുഹറം 20 2 മാസം, സഫറാകുമ്പോൾ 3 മാസം, അങ്ങനെ എല്ലാം 30 കൂട്ടേണ്ടത് ഒരു കീര. ഇതൊക്കെ നമ്മൾ പറഞ്ഞത് സ്വതന്ത്രപ്പെടിൻ്റെതാണ്. വാമത്തിൻ, എന്നാൽ അടിമ സ്ത്രീയുടെ ഇദ്ദയാവുന്നത് ഹായിലിൻ, അങ്ങനത്തെ അടിമ സ്ത്രീയാണ്, അവർക്ക് ഗർഭമല്ല, ഗർഭിണിയല്ലാത്ത അടിമ ഭാര്യയുടെ വഫാത്തിൻ്റെ ഇദ്ദയാകുന്നത്, ഭർത്താവ് മരിച്ചതിൻ്റെ ഇദ്ദയാകുന്നത് നിസ്ഫുഹ, അത് സ്വതന്ത്രപ്പെണ്ണിൻ്റെ ഇദ്ദയുടെ പൗതിയാണ്. അപ്പോൾ ഏതാണ് ആ പൗതി? ഷെഹ്റാനി വഹംസത്തു അയ്യാം ബിലയാലിഹ, മറ്റേ 4 മാസവും 10 ദിവസമാണ്. അപ്പോൾ അതിൻ്റെ പൗതി ആകുമ്പോൾ 2 മാസവും 5 ദിവസവും ഉണ്ടാവും, 5 പകലുകൾ അതിൻ്റെ രാത്രിയോടുകൂടി. അപ്പോൾ യുക്കാസുൽ ഇൻകിസാറും, ഈ കസർ സംഭവിച്ചത് ഇപ്പോൾ മാസത്തിൻ്റെ ഹിലാലിൻ്റെ ആദ്യത്തിലാണ് സംഭവിച്ചതെങ്കിൽ, ഇപ്പോൾ മുഹറത്തിൻ്റെ ആദ്യത്തിലാണ്, 1 നാ മുഹറവും സഫറും കഴിഞ്ഞ് പിന്നെ 5 ദിവസവും കൂട്ടിയാൽ മതി. അതേ സ്ഥാനത്ത് ഈ കസർ സംഭവിച്ച്, അതായത് മാസം 8 മാസം 20 അങ്ങനെയൊക്കെയാണ് ഭർത്താവിൻ്റെ മരണം ഉണ്ടായതെങ്കിൽ അതിനെ കിയാസാക്കപ്പെടും ബിമാ തക്കദ്ദമ, ഈ ഹുറത്തിൻ്റെ അടുത്തുള്ള ഇൻകിസാറിൻ്റെ പറഞ്ഞ ഹുക്കുമ്പുകളെ കൊണ്ട് ഗണിക്കപ്പെടും. അപ്പോൾ പ്രകാരം ഏതെങ്കിലും മാസത്തിൻ്റെ ഇടക്കാണ് ഭർത്താവ് മരിച്ചതെങ്കിൽ അതിന് 10 അല്ല 5 അതിനേക്കാൾ കുറവുണ്ട്, എന്നാൽ അതിലേക്ക് ഈ 2 മാസത്തിനെ കൂട്ടിയിട്ട് പിന്നെ അതിലേക്ക് പിന്നെ 5 ദിവസത്തിനൊക്കെ എത്ര വേണ്ടതെന്ന് വെച്ചാൽ അത് 3-ാം മാസത്തൊന്നും എടുക്കും. ഇനി അതല്ല 5-നേക്കാൾ കൂടുതലുണ്ട്, 5 കൂടുതലുണ്ട്, എന്നാൽ അതിലേക്ക് ഇനി 1 മാസം കൂട്ടും. എന്നിട്ട് പിന്നെ 35 ദിവസം അതിൻ്റെ ശേഷമുള്ള മാസത്തിൽ എണ്ണയും ചെയ്യും. വൈം മാത്ത, ഇനി ഈ ഭർത്താവ് മരിച്ചാൽ റജിയായിത്തിരിക്കുന്ന ഭാര്യയെ തൊട്ടു, അയാളെ ഭാര്യനെ അയാൾ 3 താളുടെ തലാക്ക് ചൊല്ലിയിരുന്നു, മടക്കിയെടുക്കാൻ പറ്റിയ റജിയത്തിരിക്കുകയാണ് ഭാര്യ. ആ സമയത്താണ് ഭർത്താവ് മരിച്ചതെങ്കിലോ ഇന്തൊക്കെ ആ റജിയത്തായിരിക്കുന്ന ആ ഭാര്യ നീങ്ങണം ഇലാ ഇദ്ദത്തി വഫാത്തിൻ്റെ ഇത് വെച്ചാൽ ഇനി മറ്റേ തലാഖിൻ്റെ ഇതിനോളം ഇരിക്കേണ്ടതെന്നർത്ഥം. ആ മരിച്ച മുതൽക്ക് ഇനി 4 മാസവും 10 ദിവസവും ഇരുന്നാൽ മതി. ഗർഭിണി അല്ലെങ്കിൽ, ഗർഭിണിയാണെങ്കിൽ പ്രസവിച്ചാൽ മതി. അപ്പോൾ സക്കത്തത്ത്
ഒഴിവായി കിട്ടും. ബഖിയത്തു ഇദ്ദത്തി തലാഖി, തലാഖിൻ്റെ ഇദ്ദത്തിന് എത്രയാണോ ബാക്കിയുള്ളതെങ്കിൽ അതിന് ഇവൾ ഇരിക്കേണ്ടതില്ല. ഔ ബായിനി, അതല്ലെങ്കിൽ ബായിനായിരിക്കുന്ന ഭാര്യയെ തൊട്ടാണ് ഒരാൾ മരിച്ചത്. അയാളെ മടക്കിയെടുക്കാൻ പറ്റാത്ത നിനക്ക് തലാഖിൻ്റെതായിരുന്നു, യോതിന് പകരം അല്ല 3 ചെല്ലിയതാണ്. അങ്ങനെയാണ് മരിച്ചതെങ്കിൽ ഫലാ തന്തക്കിലു, അവിടെ ഈ ബായിനായ ഭാര്യ നീങ്ങേണ്ടതില്ല. ഇലാ ഇദ്ദത്തിൽ വഫാത്തി, ഭർത്താവിൻ്റെ ഈ വഫാത്തിൻ്റെ ഇദ്ദയിലേക്ക് നീങ്ങണ്ട. മറിച്ച് വൽ തുക്കമ്മിലു ഇദ്ദത്തെ തലാഖി, അവൾ തലാഖിൻ്റെ ഇതാണ് അവളുടെ മേൽ നിർബന്ധമായത്. തലാഖില്ല, അതങ്ങ് പൂർത്തിയാക്കിയാൽ മതി. കാരണം ഇവിടെ അന്യ പെണ്ണിൻ്റെ ഹുക്കുമാണല്ലോ ബായിനാവുമ്പോൾ, അതാ കാരണം. വഹാമിലിൽ സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല